നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വിശ്വാസത്തിന്റെ പേരിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം. എന്നാൽ ചെലവായതും വന്നതുമായ തുകയെത്ര? കണക്കുകൾ എന്തുകൊണ്ട് പൊരുത്തപ്പെടുന്നില്ല? ആഗോള അയ്യപ്പ സംഗമം വിശ്വാസത്തിന്റെ മഹാസംഗമമോ അതോ സാമ്പത്തിക ദുരൂഹതകളുടെ വേദിയോ? ഒരു വശത്ത് കണക്കുകളിലും ബില്ലുകളിലും ക്രമക്കേടെന്ന് ഹൈക്കോടതി നിയോഗിച്ച ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ. ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് 10 കോടി ചെലവായെന്ന ബില്ലുകൾ എത്തിയെന്ന്. സംഘാടകരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നു 5 കോടിയെന്ന്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു 3 കോടി മാത്രമെന്ന്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ചെലവ് 7 കോടിയോളമെന്ന്. അനുമതിക്കായി നൽകിയെന്ന് പറയുന്നത് 5 കോടിക്കടുത്ത്. ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുമോ? ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്ത്? സംഭാവനകൾ എവിടെ പോയി? ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് എത്ര നാൾ ദേവസ്വം മന്ത്രിക്ക് പറഞ്ഞു നിൽക്കാനാകും? നടത്താത്ത നന്ദഗോവിന്ദം ഭജൻസിനായി 8 ലക്ഷത്തിന്റെ ബില്ല്. ഊരാളുങ്കൽ ഉപകരാർ കൊടുത്തത് ടെൻഡർ ഇല്ലാതെ. ഇതൊരു സാധാരണ അക്കൗണ്ടിംഗ് പിഴവാണോ? അല്ലെങ്കിൽ വിശ്വാസത്തെ മറവാക്കി നടന്ന സാമ്പത്തിക കളിയാണോ? പമ്പയുടെ തീരത്ത് കെട്ടിപ്പൊക്കിയത് പണമടിക്കാനുള്ള കടുംവെട്ട് പന്തലോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20-ന് പമ്പയുടെ തീരത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക തിരിമറി നടന്നു എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ, ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയപ്പോഴാണ്. ഓഡിറ്റ് റിപ്പോർട്ട് ആസ്പദമാക്കിയാണ് ഹൈക്കോടതിക്ക് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഈ റിപ്പോർട്ട് നൽകിയത്. ഇതിൽ എണ്ണി ഓരോ കാര്യവും പറയുകയാണ്. എന്തൊക്കെയായിരുന്നു ക്രമക്കേടുകൾ എന്ന വിവരം കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ബില്ലുകളിൽ ക്രമക്കേടുണ്ടായി, ടെൻഡർ നടപടികൾ ഉണ്ടായില്ല, സബ് കോൺട്രാക്റ്റുകൾ കൊടുത്തത് ടെൻഡർ നടപടി ഇല്ലാതെയാണ്. അതേ സമയത്ത് തന്നെയാണ് കരാറുകൾക്ക് എന്താണ് കരാറുകൾ എന്നുള്ള കാര്യം ഓഡിറ്റിങ്ങിനായി ഹാജരാക്കിയിരുന്നില്ല. ബില്ലുകൾ, ഇൻവോയ്സുകൾ ഇവയിലെല്ലാം ക്രമക്കേടുണ്ടായി എന്നുള്ളതാണ് വരുന്നത്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. 10 കോടിയോളം ചെലവായി എന്നുള്ള വിവരം കൊടുത്തത് അവർ ഹാജരാക്കിയ ബില്ലുകൾ, അവരുടെ സബ് കോൺട്രാക്ടർമാരും ഹാജരാക്കിയ ബില്ലുകൾ മൊത്തം 10 കോടിയോളം രൂപയുടേതാണ് എന്നാണ്. പക്ഷേ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം 3 കോടിയോളം മാത്രമേ ചെലവായിട്ടുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ 5 കോടിയുടെ അനുമതിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകൂ എന്നുള്ളതാണ്. അതായത് മൊത്തം ചെലവ് 5 കോടിയെന്ന് കണക്കാക്കി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അത്രയും രൂപയെ കൈമാറൂ എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അവിടെയും മറ്റ് ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിനെ ആസ്പദമാക്കി സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞത് 2 കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തത് തിരിച്ചടച്ചിട്ടില്ല എന്നാണ്. പക്ഷേ PS പ്രശാന്ത് പറയുന്നത് 3 കോടി രൂപ തിരിച്ചടച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി ക്രമക്കേടുകളുടെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന കാര്യം, ജയകുമാർ സാർ പറയുന്ന കാര്യം 7 കോടിയോളം രൂപയാണ് ചെലവ് വന്നത് എന്നാണ്. അങ്ങനെ ആകെ പൊരുത്തക്കേടുകൾ. അതേ സമയത്ത് തന്നെയാണ് ദേവസ്വം മന്ത്രി പറയുന്നത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവുമില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നാണ്. അതേ സമയത്ത് തന്നെ ഹോട്ടലുകൾ ബുക്ക് ചെയ്തത് 37,000 രൂപയോളം മുടക്കി. അത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം ആദ്യം കേൾക്കാം. സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല, ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. അവർ വ്യക്തമായി അത് കൈകാര്യം ചെയ്യുന്ന രൂപവും കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി കണക്ക് തരും അവരെ സമീപിച്ചാൽ. ഇപ്പോ എനിക്ക് ആകെ മറുപടി പറയേണ്ടി വന്നൊരു കാര്യം, നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചോദ്യം എഴുതി നിയമസഭയിൽ, ഈ അവിടുന്ന് അഡ്വാൻസായി എടുത്ത പൈസ തിരിച്ചു കൊടുത്തോ? ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി തിരിച്ചു കൊടുത്തു. 17/10/2025 ആ 3 കോടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്. ബാക്കി സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യം നടന്നത്. എന്താണ് ചെലവ്, മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അവരുമായി ബന്ധപ്പെട്ടാൽ മറ്റെല്ലാ കാര്യങ്ങളും കണക്ക് കൈകാര്യം ചെയ്യുന്നവരല്ലേ അതിന്റെ വിശദീകരണം തരേണ്ടത്. ആ കണക്ക് കൈകാര്യം ചെയ്ത് ഞാനെങ്ങനെയാണ് കരുതി വിശദീകരണം? നമുക്ക് ചോദിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ ചോദിക്കൂ, അത്രയേ ഉള്ളൂ.
അത്തരം അല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ അന്വേഷിക്കാൻ കോടതി പറഞ്ഞാൽ അന്വേഷിക്കും. കോടതിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടു, മന്ത്രി യോഗം വിളിക്കാൻ പാടില്ല, മുന്നൊരുക്കങ്ങൾ നടത്താൻ പാടില്ല, മീഡിയയോട് കാര്യം വിശദീകരിക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസാണ്. ഞാനഭിനന്ദിച്ച് നേരെ കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തന്നു യോഗം വിളിക്കാനും മറ്റു കാര്യം. അതിനുശേഷം ആ കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായി നടന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോഡി കയറി അനിയന്ത്രമായി ഇടപെടാനോ ഡേ ടു ഡേ ബിസിനസ് ഇടപെടാനോ ഒരു അധികാരമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് ബോധിക്കും. ഇതാണ് ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ. ദേവസ്വം മന്ത്രി പറഞ്ഞ ഒരു കാര്യം നിയമസഭയിൽ നൽകിയ മറുപടിയെക്കുറിച്ചാണ്. 3 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തത് അഡ്വാൻസായി ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി. പക്ഷേ സ്പോൺസർമാർ പണം നൽകിയതിന് ശേഷം ഈ പണം തിരികെ ദേവസ്വം ബോർഡിലേക്ക് അടച്ചു എന്നുള്ളതാണ്. പക്ഷേ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് 2 കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തത് തിരിച്ചടച്ചിട്ടില്ല എന്നാണ്. ആര് പറയുന്നതാണ് സത്യം? ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടാൻ എന്താണ് മടി കാണിക്കുന്നത്? ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ അനിൽ വിളയിൽ, ശ്രീ എം കെ ഹരിദാസ്, ശ്രീ എം എസ് വേണുഗോപാൽ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ എം എസ് വേണുഗോപാൽ, ഇത് കൃത്യമായിട്ടുള്ള കണക്ക് ആരും നൽകുന്നില്ല. നമുക്ക് പക്ഷേ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അല്ലേ വിശ്വസിക്കുവാൻ പറ്റുകയുള്ളൂ. കാരണം ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ചാണ് അദ്ദേഹം ഇങ്ങനെയൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയത്. തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ഒരു വട്ടിക്കണക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്, സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കുന്നത് ആധികാരികമായ കണക്കായിരിക്കും. ആ കണക്ക് ഓഡിറ്റ് ചെയ്ത കണക്കാകുമ്പോൾ അതിൻ്റെ കൃത്യത കുറേ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അടിസ്ഥാന രേഖകൾ വരെ എടുത്ത് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്ത് മാറ്റം എന്നുള്ളതാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത്. ഇത് വലിയ ഒരു തട്ടിപ്പിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പലരും സംശയിക്കുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത്രയും പണം ചെലവാകില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് എന്ന് പറയുന്നത് ഈ നേരത്തെ ദേവസ്വം കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണർ അല്ല, ദേവസ്വം കമ്മീഷണർ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് അയച്ച കത്ത്, അതായത് റിപ്പോർട്ട്, അത് പ്രകാരം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത്രയും തുകയെ ഇതിനായിട്ട് ചെലവായിട്ട് കണക്കാക്കുകയുള്ളൂ എന്നാണ്. അതായത് എത്ര രൂപയുടെ ബില്ലുകൾ ഹാജരാക്കിയാലും 4.95 4,95,00,000 രൂപയെ അപ്രൂവൽ കിട്ടുകയുള്ളൂ എന്നാണ്. അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? എന്തായാലും ഊരാളുങ്കൽ സൊസൈറ്റി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ്. അവർക്കായിരുന്നു ടെൻഡർ. അപ്പോൾ അവർ എത്ര ബില്ല് ഹാജരാക്കിയാലും ഇത്രയേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. അത് തീർച്ചയായിട്ടും തീരും. പക്ഷേ ഇപ്പം ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ ദേവസ്വം മന്ത്രിയുടെ സംഭാഷണം കേട്ടതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, നിയമസഭയിൽ ദേവസ്വം ബോർഡ് തന്നെ അറിയിച്ചത്, ഈ പ്രശാന്ത് തന്നെ അറിയിച്ചത് 3 കോടി അവിടുന്ന് എടുത്തിട്ടുണ്ട്, അത് തിരിച്ച് അടയ്ക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതനുസരിച്ച് അദ്ദേഹം മറുപടി കൊടുക്കുകയും ചെയ്തു ശ്രീ തിരുവഞ്ചൂരിന്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് നോട്ടീസ് വരുമെന്നാണ് പറയുന്നത്. ഈ ഡിസ്ക്രിപ്പൻസി വന്നത് എങ്ങനെയെന്ന് ചോദിച്ച് അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഈ കണക്കുകൾ എങ്ങനെ വിശ്വസിക്കും? അല്ലെ, സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് 2 കോടി രൂപ അത് തിരിച്ചടച്ചിട്ടില്ല എന്ന്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചടച്ചിട്ടില്ല എന്നാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഇന്നിപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, കെ ജയകുമാർ, മുൻ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, അവിടെ 7 കോടി ആണ് ചിലവ്. അതിൽ 4 കോടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 3 കോടി ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണെന്നാണ് അറിയുന്നത്. അത് കോടികളുടെ കണക്കാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ പ്രശാന്ത് പറയുന്നത് വെറും 3 കോടി എന്നാണ്. അദ്ദേഹം ആ വാക്കാണ് പറയുന്നത്, വെറും 3 കോടിയെ ചെലവായിട്ടുള്ളൂ എന്ന്. പക്ഷെ അദ്ദേഹം തന്നെ ആ ദേവസ്വം കമ്മീഷണറുടെ ഒരു റിപ്പോർട്ടും അതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൽ 4.95 കോടി എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന 7 കോടിയോളം എന്നുള്ളതാണ്. ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമായിട്ടും കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ബില്ലുകളിലൊക്കെ ക്രമക്കേടെന്ന് സ്പെഷ്യൽ കമ്മീഷണറും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏകദേശം 10 കോടിയോളം രൂപയുടെ ബില്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൽ തന്നെ ഏകദേശം 6 കോടിക്കടുത്ത്, അല്ലെങ്കിൽ 6 കോടിയിൽ അല്പം കൂടുതൽ രൂപ ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ചെലവുകൾക്കായിട്ട്. ഇപ്പോൾ ആര് പറയുന്നത് നമുക്ക് വിശ്വസിക്കണം? ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്നത് സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം 4.95 കോടി രൂപയുടെ ചെലവ് എന്നുള്ളതാണ്. ഇത് പ്രകാരമാണ് പ്രശാന്ത് വിശദീകരണം നൽകുന്നത്. പക്ഷേ അതിലും പ്രശാന്ത് പറയുന്നത് 3 കോടിയെ ചെലവായിട്ടുള്ളൂ എന്ന്.
ഇതെന്താണ് ഈ കോടിക്കണക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ? എന്തായാലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അത് ബില്ലുകളുടെ രൂപത്തിൽ, പിന്നെ കണക്ക് കൂട്ടി എഴുതിയത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഇല്ലേ സാംസ്കാരിക പരിപാടി നടത്താൻ അവിടെ സാംസ്കാരിക പരിപാടിക്കായിട്ട് 8 ലക്ഷം രൂപ എന്നുള്ളതാണ്. അപ്പോൾ പാടിയിട്ടില്ല അവിടെ. പക്ഷേ മറ്റൊരു ആൾ ഇപ്പോൾ ഇഷാൻ ദേവ് അവിടെ പാടിയിരുന്നു രാവിലത്തെ പരിപാടിക്ക്. അത് കാശ് മുടക്കിയാണ്. വൈകിട്ടത്തെ സംഗീത സന്ധ്യ, അതിൽ ഭക്തിഗാനങ്ങൾ, അത് ഫ്രീ ആയിട്ടായിരുന്നു. പക്ഷേ എന്തായാലും 8 ലക്ഷം രൂപയുടെ ബില്ല് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇഷാൻ ദേവിന് 8 ലക്ഷം ഒന്നും വേണ്ട, അത് മറ്റൊരു കാര്യം. അപ്പോൾ ആകെക്കൂടെ ഈ ക്രമക്കേടുകളുടെ ഒരു പരമ്പര തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. ഇത് ആരെങ്കിലും ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നാൽ നന്നായിരുന്നു. ഇതാർക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രശ്നം. SITക്ക് പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ശരി, ശ്രീ എം ജയേന്ദ്രൻ, താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ എന്താണ്? ഇന്ത്യയിലായിട്ട് കുറെ വിവരങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. മഞ്ജുഷ, ഇതിൽ യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായ തുക എന്ന് പറയുന്നത് 4,99,57,189 രൂപയാണ്, ഇൻക്ലൂഡിങ് 18% GST ഉൾപ്പെടെയാണ് ഞാൻ ആ തുക പറയുന്നത് കേട്ടോ. 4.9. ഞാൻ നേരത്തെ 4.95 എന്ന് പറയുന്നത് ഒരു തെറ്റായിരുന്നു. 4.99 ശരിയാണ്. നേരത്തെ കാണിച്ച റിപ്പോർട്ടിൽ 4.99 എന്നുള്ളതാണ്. ശരി, തുടർന്നോളൂ. 4.995738 അതാണ് റൈറ്റ് ഫിഗർ. അതില് ഇപ്പോ ദേവസ്വം ബോർഡ് ഒരു കണ്ടിജൻസി ഫണ്ട് പോലെ ഒരു ഫണ്ട് ഉണ്ട്. അത് പിന്നെ ഈ കാര്യത്തിന് 3 കോടി രൂപയാണ് അവർ ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് മൊത്തം അവർക്ക് കിട്ടിയത് 4 കോടി രൂപയാണ് സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയത്. 2 കോടി രൂപ സന്ലക്ഷ്മി ബാങ്കിൽ നിന്ന്, 1 കോടി രൂപ കേരള ബാങ്കിൽ നിന്ന്, 1 കോടി രൂപ അദാനിയുടേത്. അതിൽ അദാനിയുടേത് ഒഴിച്ചുള്ള 2-3 കോടി രൂപ കിട്ടിയപ്പോൾ തന്നെ ആ ഫണ്ടിലേക്ക് അത് തിരിച്ചടച്ചു. അതോടുകൂടി ആ ഏർപ്പാട് കഴിഞ്ഞു. ഈ 3 കോടി രൂപയുടെ ഏർപ്പാടുകളല്ലാതെ പിന്നീട് ഞാനീ പറഞ്ഞ GST ഉൾപ്പെടെ 499 വരുന്ന തുകയിൽ 1 രൂപ പോലും അവർ സെറ്റിൽ ചെയ്തിട്ടില്ല. സെറ്റിൽ ചെയ്യാൻ ഇനി കിടക്കുന്ന സംഗതികളാണ്. എന്തുകൊണ്ട് സെറ്റിൽ ചെയ്തില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം എൻ്റെ മുമ്പിൽ വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഈ വിജയൻ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവരുടെ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ദേവസ്വം ബോർഡിന്റെ. അവര് ഇപ്പൊ സ്വാഭാവികമായിട്ടും IIIC ആണ് ടെൻഡർ, അവർക്ക് ഒരാൾക്കായതുകൊണ്ട് ടെൻഡർ ഇല്ലാതെ കിട്ടും. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ IIICക്ക് അല്ലെങ്കിൽ ഒരാളിങ്ങനെ ടെൻഡർ ഇല്ലാതെ പ്രോജക്റ്റുകൾ കിട്ടും. പക്ഷെ അവര് ടെൻഡർ ഇല്ലാതെ സബ് ലീസിങ്ങോ സബ് കോൺട്രാക്റ്റോ കൊടുത്തുകൂടാത്തതാണ്. അല്ല, ശരി, അത് ശരി. അതിലേക്ക് വരുന്നതിന് മുമ്പ് കണക്ക് ശരിയായിട്ടില്ല ശ്രീ എം ജയചന്ദ്രൻ. 3 കോടി രൂപ തിരിച്ചടച്ചു. 3 കോടി എടുത്തു ദേവസ്വം ബോർഡ് സ്വന്തം അക്കൗണ്ടിൽ നിന്ന്. അത് ഈ സ്പോൺസർഷിപ്പ് കിട്ടിയപ്പോൾ തിരിച്ചടച്ചു. 4 കോടി സ്പോൺസർഷിപ്പ് കിട്ടിയെന്നാണല്ലോ. അവിടെ 1 കോടി ഉണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ. പിന്നെ അതിൽ നിന്ന് 99 ലക്ഷം കൂടി അഡീഷണൽ ചെലവ് വന്നു. അങ്ങനെയല്ലേ? അപ്പോൾ 1.9 1 കോടി കയ്യിലുണ്ട്. പിന്നെ ഒരു 99 കോടിയോടെ കണ്ടെത്തിയാൽ മതി. അതാണ് കഴിഞ്ഞ ദിവസം ജയകുമാർ സാർ പറഞ്ഞത്, ഇനിയും സ്പോൺസർഷിപ്പിന് ശ്രമിക്കുന്നുണ്ട് എന്ന്. പക്ഷേ ഇതിലെല്ലാം കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് അനുസരിച്ച് 2 കോടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചടയ്ക്കാനുണ്ട് എന്നാണ്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരമാണത്. അതെങ്ങനെ വന്നു? അല്ല മഞ്ജുഷ, ഞാനിത് പറയാം. അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പൊ ഈ 4 കോടി പ്ലസ് അതിന്റെ GST ആണ് ഈ 499 എന്നുള്ള തുക തന്നെ വരുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞില്ലേ, വിജയ് അസോസിയേറ്റ്സ് ആണ് ഇവരുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് ഇതിന്റെ പിന്നെ ഓഡിറ്റിംഗ് നടത്തിയത്. ഈ ഓഡിറ്റിംഗ് നടത്തിയിട്ട് അപ്പോൾ സാധാരണഗതിയിൽ ആരാണോ കോൺട്രാക്ട് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത് അവരാണല്ലോ ബില്ലുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. കൊടുത്തു, ഇവർ ഓഡിറ്റ് ചെയ്ത കണക്ക് നേരെ സ്വാഭാവികമായിട്ടും ഈ ദേവസ്വം കമ്മീഷണർ ഓഫീസിലാണല്ലോ കൊടുക്കുന്നത്. ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ അക്കൗണ്ട് സെക്ഷൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അക്കൗണ്ടന്റുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം നോക്കി പരിശോധിച്ച് വേണം പിന്നീട് വീണ്ടും അത് പിന്നെ സ്പെഷ്യൽ കമ്മീഷണറിലേക്ക് കൊടുക്കാനായിട്ട്. അവിടെയാണ് വലിയൊരു വീഴ്ച ഉണ്ടായതായി ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയുന്നത്. ഈ പിന്നെ കമ്മീഷണർ ഓഫീസിൽ വളരെ ഗുരുതരമായ ഒരു ചില ലാപ്സസ് ഉണ്ടായത്, പ്രധാനപ്പെട്ട വീഴ്ചകൾ ഉണ്ടായത്, ഈ ഇന്റേണൽ ഓഡിറ്റേഴ്സ് കൊടുത്തിട്ടുള്ള കണക്കുകൾ ഒന്നും തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് കൃത്യത വരുത്താനായിട്ട് ഈ ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടേയില്ല. അതൊരു വലിയ വീഴ്ച തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇവരിൽ നിന്ന് അങ്ങോട്ട് ഒഫീഷ്യലി ഇവരാണ് പാസ് ചെയ്യുന്നത്.
ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ നിന്നാണ് സ്പെഷ്യൽ കമ്മീഷനിലേക്ക് പാസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതിന്റെ നിയമം. അതുകൊണ്ട് തന്നെ നേരെ അവിടുന്ന് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് യാതൊരു ലാപ്സസും നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. ശബരിമല ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് ശ്രീ ജയകൃഷ്ണൻ അദ്ദേഹം നേരെ അത് ഹൈക്കോടതി സബ്മിറ്റ് ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പൊ ഇതിലുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് ലഭിച്ച ബില്ലുകൾ, വൗച്ചറുകൾ അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഓഫീസ് അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തി. ആ ഗുരുതരമായ വീഴ്ചയുടെ പേരുള്ള മുഴുവൻ പഴികളും ഇപ്പൊ എങ്ങോട്ടാണ് വരുന്നത്? വിവിധ അതായത് ഈ കൊടുത്തതിൽ ശരിയല്ലാത്ത വ്യാജ ബില്ലുകളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സബ് കോൺട്രാക്ടർമാർക്ക് കരാറുകൾ കൊടുത്തതിന്റെ രേഖ ഉണ്ടായിരുന്നില്ല. അതുപോലെ ടെൻഡർ ഇല്ലായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഹൈക്കോടതിയിൽ എത്താൻ കാരണം ദേവസ്വം കമ്മീഷണർ ഇവയെല്ലാം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകി. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ സ്വാഭാവികമായിട്ടും ക്രമക്കേട് കണ്ടെത്തിയാൽ അദ്ദേഹം ഹൈക്കോടതിയെ അറിയിക്കും. അദ്ദേഹം അത് ഹൈക്കോടതിയിലും കൊടുത്തു. ഇതാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതിനകത്ത് ഒരു കാര്യം അങ്ങനെ വന്നതായിരിക്കും. കാരണം 8 ലക്ഷം രൂപ ഇതിനു വേണ്ടി സാംസ്കാരിക പരിപാടിക്ക് വേണ്ടി നൽകി. അത് ഈ നന്ദഗോവിന്ദൻ ഭജൻസിന് വേണ്ടിയായിരുന്നു. പക്ഷേ അവിടെ 2 ലക്ഷം രൂപയെ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ടീമിന്റെ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്യാജ ബില്ലുകൾ കുറെ അവിടെ എത്തി. അതായത് പണമടിക്കുവാൻ, തട്ടിക്കുവാനുള്ള കുറെ കാര്യങ്ങൾ അവിടെ എത്തി. എന്തായാലും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് ഈ വിവരങ്ങൾ കിട്ടി. അദ്ദേഹം നേരെ ഹൈക്കോടതിയെ അറിയിച്ചു. ഇനി വിശദീകരിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ വിശദീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ 4.99 കോടി രൂപയെ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഊരാളുകൾ സമ്മതിക്കുമായിരിക്കും സെറ്റിൽമെന്റിന്റെ ഭാഗമായി. പക്ഷെ ഒരു വലിയ തട്ടിപ്പിന്റെ കാര്യം അവിടെ നടന്നിട്ടുണ്ട്. അതാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ പൊളിച്ചത്. അല്ല, ഞാൻ അതോടെ പറഞ്ഞു തീർക്കട്ടെ മഞ്ജുഷ. അതായത് ഇതിന്റെ അകത്ത് വന്നിട്ടുള്ള ഈ നന്ദഗോവിന്ദൻ ഭജൻസ് ഉണ്ടല്ലോ, അവര് പറഞ്ഞല്ലോ, ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല, പണം വാങ്ങിയിട്ടില്ല, ഞങ്ങൾ അവിടെ പരിപാടി നടത്താമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുമില്ല. അത് ശരിയാണ്, അവിടെ നടന്നിട്ടില്ല, അങ്ങനെ പരിപാടി നടന്നിട്ടില്ല സാർ. പക്ഷേ താങ്കൾക്ക് പറയാമല്ലോ, താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ബില്ല് അവിടെ സബ്മിറ്റ് ചെയ്തു. ഇവരല്ല സബ്മിറ്റ് ചെയ്തത്. അത് ആർക്കാണോ പണം അടിച്ച് ഉണ്ടായിരുന്നത് അവര് സബ്മിറ്റ് ചെയ്തു. അതായത് 2 ലക്ഷം രൂപയ്ക്ക് ഒരു ഫംഗ്ഷൻ, അല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാമല്ലോ, 2 ലക്ഷം രൂപയ്ക്ക് ഒരു സംഗീത നിശ അവിടെ സംഘടിപ്പിച്ചിട്ട്, അല്ല സംഗീത നിശയല്ല, അതൊരു ഗാനമേളയായിരുന്നു. രാവിലെ ഇഷാൻ ദേവിന്റെ ആയിരുന്നു. അതെ, അത് സംഘടിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് 8 ലക്ഷം രൂപയുടെ ഒരു ബില്ലുണ്ടാക്കി. അത്രയേ ഉള്ളൂ നടന്നത്. അത് കണ്ടെത്തി. ഇത് ഇന്റേണൽ ഓഡിറ്റർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോ അത് അവര് ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായി ചെയ്യേണ്ട സംഗതി എന്താ നമുക്കെല്ലാവരും അറിയില്ല. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവരുടെ പണിയാണെന്നേ, അവരുടെ ഡ്യൂട്ടിയാണത്. ആ ഡ്യൂട്ടിയിൽ അവർ ചെയ്യേണ്ട ഡ്യൂട്ടിയിൽ അവര് ഒരു താല്പര്യവും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് അപ്പാടെ നേരെ സ്പെഷ്യൽ കമ്മീഷണർക്ക് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു ക്രോസ് ചെക്കിംഗ് നടത്താതെ. അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സാധനം വലിയൊരു അബദ്ധമാണല്ലോ. ഓഡിറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞാൽ അത് വളരെ ആധികാരികമായ റെക്കോർഡെന്നാണ്. ഓഡിറ്റിംഗ് നടത്തിയതിന് ക്രോസ് ചെക്ക് ചെയ്യുന്നേ. നമ്മൾ ഒരു ഓഡിറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ AGയുടെ ഓഡിറ്റ് ആയാലും നമ്മൾ സ്വന്തം ഏജൻസിയെ വെച്ച് ഓഡിറ്റ് നടത്തിയാലും ആ ഓഡിറ്റ് സൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ഓഡിറ്റ് എന്നാണ്. പിന്നെ ഓഡിറ്റിന് മേൽ ഓഡിറ്റിംഗ് എങ്ങനെയാണ് നടത്തുക? അതൊരു കീഴ്വഴക്കം സർക്കാർ ദേവസ്വം കമ്മീഷണർ എന്തിനാണ് അത് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്? കാര്യമില്ല. ഓഡിറ്റ് നടത്താൻ ആരും പറഞ്ഞില്ല. ഓഡിറ്റ് നടത്തി കിട്ടുന്നത് എങ്ങോട്ടാണ് കിട്ടുന്നത്? നേരെ ഓഡിറ്റ് നടത്തിയാല് ഈ സാധനം സ്പെഷ്യൽ കമ്മീഷണർക്ക് അല്ല മഞ്ജുഷയെ കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഓഡിറ്റിന്മേൽ ഓഡിറ്റ് നടത്തണമെന്ന് ആര് പറഞ്ഞു? എന്തുകൊണ്ടാണ് നേരിട്ട് സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കാത്തത്? ഈ ഇന്ത്യൻ ഓഡിറ്റർമാര് കിട്ടിയത് നന്നായി. അതുകൊണ്ട് പൊതുജനം അറിഞ്ഞു ഈ കാര്യങ്ങൾ. ശരി, ശ്രീ MK ഹരിദാസ്, ശ്രീ M ജയചന്ദ്രന്റെ വിശദീകരണം താങ്കൾ എങ്ങനെ കാണുന്നു? ഒറ്റ കാര്യമാണ് ഇത്. അല്ല, ഈ ഇന്റേണൽ ഓഡിറ്റർമാര് അവർക്ക് കൊടുക്കാൻ അധികാരമില്ലാത്തതുകൊണ്ടാണല്ലോ ദേവസ്വം ഓഫീസ് കമ്മീഷണർ ഓഫീസിൽ കൊടുത്തത്. കമ്മീഷണറെ ഓഡിറ്റ് നടത്താനല്ല പറയുന്നത്, അത് ക്രോസ് ചെക്ക് ചെയ്യണം. ഈ തരത്തിൽ വന്നിട്ടുള്ള വൗച്ചറുകൾ, രസീതുകൾ എല്ലാം ഒറിജിനൽ ആണോ, ജെന്യുവൻ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവിടെ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടെന്നേ. അതിനാണല്ലോ അവരവിടെ വെച്ചിരിക്കുന്നത്. അല്ലാതെ സർവ്വ ഓഡിറ്റർമാർ തലയിട്ട് കൊടുത്ത് ഒരു സംഗതി ഇന്റേണൽ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്താൽ പിന്നെ അതിന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ശരി, എന്തായാലും സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്
TDB furnished a report related to Agola Ayyappa Sangamam audited by Vijayan and Associate Chartered Accountants. Despite the directions issued by High Court to ensure financial transparency, the contents of the audit report reveal lapses which substantially undermine the efficacy of the direction എന്നാണ്. അതായത് ഇതിൽ ക്രമക്കേടുകൾ കണ്ടെത്തി, അതുപോലെ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ്. ശ്രീ MK ഹരിദാസ്, ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഇവിടെ ജയചന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ മഞ്ജുഷേ, ഇല്ലാത്ത കണക്കുകളും ഇല്ലാത്ത ബില്ലുകളും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു ഏകോപനം കൃത്യമായിട്ട് ഉണ്ടായില്ല എല്ലാവരുടെ അടുത്ത് നിന്നും. ആ ഏകോപനക്കുറവിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഫിഗറുകളിൽ മാറ്റം വരാനുള്ള കാരണം. ആ ഏകോപനത്തിന്റെ കുറവാണ്. അപ്പൊ ഇവിടെ തട്ടിപ്പ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ തട്ടിപ്പിന് കൈയിട്ടുവാരിൽ നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം ജയചന്ദ്രൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോ ഈ ഏകോപനത്തിന്റെ കുറവാണെന്നാണ് മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. ഈ LDF സർക്കാർ എന്ന് പറഞ്ഞതിന്റെ മുഴുവൻ വാക്ക് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമാണ് ഈ LDF സർക്കാർ. 2016 തൊട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഈ LDF സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും ഇത്തരത്തിലുള്ള കൈയിട്ടുവാരലും. ഇപ്പൊ നോക്കൂ, ഇവിടെ 150 മെത്തകൾ വാങ്ങിയിട്ടുള്ള ഒരു ബില്ല് ഒരു കണക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ 50 മെത്തകളുടെ ബില്ലില്ല അതില്. അതുമാതിരി തന്നെ 10.5 ലക്ഷം രൂപ ടാക്സി ഫെയർ കൊടുത്തതായിട്ടുണ്ട്. പക്ഷെ 7.3 ലക്ഷം രൂപയുടെ കണക്കേ ഉള്ളൂ, ബാക്കിയുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇല്ല. അതുമാതിരി തന്നെ രാത്രി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 3.75 ലക്ഷം രൂപ കണക്കിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസോ അറ്റാച്ച്മെന്റ്സോ യാതൊന്നും അതിലില്ല. അപ്പോ ഈ കൈയിട്ട് വാരാൻ വേണ്ടി തീരുമാനിച്ച് നടത്തിയ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും എന്താണോ അവർ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം വെച്ചത് അവർക്ക് കിട്ടിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അതിന് നമുക്ക് കാരണം ഇത്തരത്തിലുള്ള കൈയിട്ടുവാരലിൽ ഇവർ വളരെയധികം ഈ LDFന്റെ ഏത് ഘടകമാവട്ടെ, അത് കോർപ്പറേഷന്റെ ഘടകമാവട്ടെ, ഇപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ബ്രഹ്മപുരം തീപിടുത്തത്തിലെ 13.62 ലക്ഷത്തിന്റെ കുപ്പിവെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കണക്കാണ് കോർപ്പറേഷനിൽ കൊടുത്തിരിക്കുന്നത്. 13.62 ലക്ഷം. അതുപോലെ തന്നെ തട്ടുകടയിൽ നിന്നും ഭക്ഷണം മേടിച്ചിട്ടുള്ളത് 11 ലക്ഷത്തിന്റെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. PT7 എന്ന് പറയുന്ന ആനയെയും അരിക്കൊമ്പനെയും നാട് കടത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കണക്കിലെ, അതായത് 220 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ലോറിക്ക് 6.5 ലക്ഷം രൂപയാണ് വാടക എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന നമ്മുടെ ഈ സർക്കാർ, നിലവിലെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കണക്കുകളിലൊന്നും യാതൊരുവിധ അത്ഭുതവും നമുക്ക് കൂറാനില്ല. അത് അവര് എന്ത് ലക്ഷ്യം വെച്ചാണോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അയ്യപ്പന് പ്രശസ്തി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത് നടത്തിയത്? അല്ലെങ്കിൽ അയ്യപ്പന്റെ പ്രശസ്തി നാട് നീളെ ഇനിയും വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇതിൽ കൃത്യമായ ഒരു ലക്ഷ്യം, ഈ ഫിനാൻഷ്യൽ കുറെ പോക്കറ്റുകളിലേക്ക് കുറെ പണം പോകണം. ഇവിടെ നോക്കൂ, പ്രശാന്ത് കുറ്റം പറയണത് ദേവസ്വം ബോർഡിനെ, ദേവസ്വം ബോർഡ് കുറ്റം പറയുന്നത് വാസവൻ കുറ്റം പറയുന്നത് മുൻ പ്രസിഡന്റിനെ. അപ്പൊ ഇവര് മൂന്നാളും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് പഴിചാരിയിട്ട് കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടായ ഒരു സ്ഥലത്താണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളതെങ്കിൽ കേരളത്തിൽ സാധാരണക്കാരുടെ ഈ കോടതിയുടെ നിരീക്ഷണം ഇല്ലാത്ത കാര്യങ്ങളിൽ എത്ര തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും? ഇവിടെ മഞ്ജുഷ പറഞ്ഞതിൽ വേറൊരു തെറ്റുണ്ട്. ഊരാളുങ്കലിന് ടെൻഡർ നൽകിയിട്ടില്ല. ഊരാളുങ്കലിന് കരാറിന്റെ പുറത്താണ് പണി കൊടുത്തിരിക്കുന്നത്. ആ കരാറിൽ വളരെ ഒരു കാര്യമുള്ള ഊരാളുങ്കലിന് വേണ്ട എന്നാണല്ലോ. കാരണം ലേബർ സർവീസ് സൊസൈറ്റി എന്ന രീതിയിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക്, അതാണല്ലോ നമ്മൾ കുറെ ഡിബേറ്റ് ചെയ്ത വിഷയം, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറില്ലാതെ പണികൾ ഏൽപ്പിക്കാം എന്നുള്ളതാണല്ലോ. എനിക്ക് തോന്നുന്നു 2008 മുതലുള്ള ഒരു കാര്യമാണിത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഊരാളുങ്കലിനെ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഊരാളുങ്കൽ അത് സബ് കോൺട്രാക്ടേഴ്സ് ആയിട്ട് നൽകുകയാണ്, സബ് കരാറുകൾ നൽകുകയാണ്. ആ ഉപകരാറുകളിലും ടെൻഡർ ഇല്ല എന്നുള്ളതാണ്. ഉപകരാറുകൾ ടെൻഡർ വിളിച്ചേ നൽകാവൂ, അതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. അതിലെ ആ ടെൻഡറിന്റെ ടെൻഡറില്ല, കരാറിൽ ഒരു വ്യവസ്ഥ ഉണ്ട്. 10% വരെ ഇതിന്റെ തുകയിൽ എന്ത് തീരുമാനവും വർദ്ധിപ്പിച്ച തീരുമാനവും എടുക്കാൻ ഊരാളുങ്കലിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അത് ആരാണ് കൊടുത്തത്? അത് എന്തിനാണ് കൊടുത്തത്? അത് വളരെ വ്യക്തമല്ലേ? ചെലവ് എത്രയാവട്ടെ, 5 കോടി ചെലവായി കഴിഞ്ഞാൽ 5,50,00,000 രൂപ ചെലവിലേക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയെടുക്കാം. ഇത് വല്ലവർക്കും കേട്ടുകാണിയുള്ള സംഗതിയാണോ ഇത്? അത് കൃത്യമായി ഊരാളുങ്കലിന്റെ കാര്യം കൃത്യമായിട്ട് ഊരാളുങ്കൽ എന്നുള്ള പേരില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണല്ലോ. സ്വാഭാവികമായിട്ടും അതിൽ ടെൻഡർ വേണം. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണർ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ബൈ എ ഡിസിഷൻ ടേക്കൺ ഇൻ ഇറ്റ്സ് മീറ്റിംഗ് ഡേറ്റഡ് 13/8/2025 to entrust the execution of the event related works to the Indian Institute of Infrastructure and Construction. അതാണല്ലോ നമ്മൾ IIIC എന്ന് പറയുന്നത്, IIIC. അത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, ഊരാളുങ്കലിന്റെ കീഴിലാണ് അതുള്ളത്. വിത്തൗട്ട് ഫോളോവിങ് എനി ടെൻഡർ ഓർ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് പ്രൊസീജിയർ, ഇൻസ്റ്റഡ് അലോഡ്, താങ്കൾ പറഞ്ഞതുപോലെ ഡയറക്ട്ലി ഓൺ എക്സ്പെൻഡിച്ചർ പ്ലസ്
10% അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫെസിലിറ്റേഷൻ ചാർജസ് വിച്ച് ആർ ആർബിട്രറി ആൻഡ് എക്സോർബിറ്റന്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ IIICയെ ഇത് ഏൽപ്പിച്ചപ്പോൾ ഇതൊന്നും ടെൻഡർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല IIIC പിന്നെ സബ് കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിച്ചിരുന്നു. ഡിഡ് നോട്ട് കണ്ടെയ്ൻസ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ അണ്ടർ സ്പെസിഫിക് ഹെഡ്സ് എന്നുള്ളതാണ്. ബില്ലുകൾ സമർപ്പിച്ചപ്പോൾ ഏതെല്ലാം ഹെഡുകളിലാണ് ചെലവായിരിക്കുന്നത് എന്നുള്ളതില്ല. അതുമാത്രമല്ല ഈ സബ് കോൺട്രാക്ടേഴ്സുമായിട്ടുള്ള കരാറിൻ്റെ വ്യവസ്ഥകളോ രേഖകളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ശ്രീ അനിൽ വിളയിൽ, എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, താങ്കൾ ഉൾപ്പെടെ എല്ലാവരും, അല്ലെങ്കിൽ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശബരിമലയിൽ നടത്തിയ ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ആരൊക്കെയോ ചേർന്ന് മുക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു. ഇനിയും സംഖ്യാത്മകമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം. 5 കോടിയാണോ വെട്ടിച്ചത്, 6 കോടിയാണോ, 3 കോടിയാണോ എന്നുള്ളതിൽ മാത്രമേ തർക്കമുള്ളൂ. അല്ല, അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ശ്രീ അനിൽ വിളയിൽ, ഇതിപ്പോൾ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴും പറയുന്നത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണം ഇത്രയും കൊടുത്തിട്ടില്ല എന്നാണല്ലോ. പക്ഷെ ഓഡിറ്റ് റിപ്പോർട്ട് അതേപടി വെളിയിൽ വന്നാൽ മാത്രമല്ലേ ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുകയുള്ളൂ. അല്ല, നമ്മൾ ഈ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അതില്ല, ആ ഭാഗമില്ല. എത്ര ചെലവായി, എത്ര വരവ് വന്നു, ആ വിവരം അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. സംഖ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളും കൊടുക്കാനുണ്ടോ കൊടുക്കാനില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാറ്റിവെക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വലിയ ആഗോള തട്ടിപ്പ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നു എന്നുള്ള വാസ്തവം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ. 4 കൂട്ടരെയാണ് ഈ അയ്യപ്പ ആഗോള സംഗമത്തിന്റെ മറവില് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പറ്റിച്ചിട്ടുള്ളത്. ആരെയൊക്കെയാണ്? ഒന്നാമത് അയ്യപ്പ ഭഗവാനെയാണ്. 2 ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെയാണ്. 3 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. 4 കേരള നിയമസഭയാണ്. ഈ 4 കൂട്ടരെയും പറ്റിക്കാനുള്ള ആർജവം ഇവർക്കുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ തട്ടിക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. ഈ ദേവസ്വം ബോർഡിൽ നടക്കുന്ന, കഴിഞ്ഞ ഏറെ കാലമായി നടക്കുന്ന കള്ളങ്ങളുടെയും കൊള്ളകളുടെയും ഒക്കെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കുന്ന മുരാരി ബാബുവിന്റെ കൂട്ടുള്ള ചില മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കള്ളക്കണക്കൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. ഈ കണക്ക് ശരിയാക്കാൻ താമസിച്ചതും ഈ കണക്ക് ശരിയാക്കി വന്നപ്പോൾ തെറ്റുപറ്റിയതിന്റെ കാരണം ഈ കള്ളക്കണക്ക് തയ്യാറാക്കേണ്ട പ്രമുഖ വ്യക്തികളെല്ലാം ഈ സമയത്ത് ജയിലിലായി പോയത് കൊണ്ട് തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇവരൊക്കെ ജയിലിലായിപ്പോയി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അബദ്ധം പറ്റിക്കൊണ്ടുള്ള കണക്കൊന്നും വരുത്തില്ലായിരുന്നു. ഈ അയ്യപ്പ സംഗമം ആഗോള തലത്തിൽ സംഘടിപ്പിച്ച എന്തിനാണ്? ഈ അടുത്ത സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു തുടർഭരണം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി പാവങ്ങൾ എന്ന് പറയുന്ന വാക്ക് കേരളത്തിലെ മലയാളത്തിലെ ഡിക്ഷണറിയിൽ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു പരിധിയിൽ അതിന്റെ ആദ്യ പടി വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാവങ്ങളായ നേതാക്കന്മാരില്ലാത്ത പാർട്ടിയാക്കി CPM-നെ മാറ്റുക എന്നുള്ള ലക്ഷ്യം ഒരു പരിധി വരെ ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഏത് രീതിയിലൊക്കെയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്? ആഹാരത്തിൽ തട്ടിപ്പ് നടത്തി, കിടക്കയിൽ തട്ടിപ്പ് നടത്തി, അതുപോലെ തന്നെ കലാപരിപാടികളിൽ തട്ടിപ്പ് നടത്തി, ഡീസലിൽ തട്ടിപ്പ് നടത്തി, സർവ്വ മേഖലകളിലും തട്ടിപ്പ് നടത്തി. 3000 പ്രതിനിധികൾ ഉണ്ടാവുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പലതവണ പറഞ്ഞു. പക്ഷെ പ്രതിനിധികളുടെ എണ്ണം ഇത് വെച്ച് നോക്കുമ്പോൾ, ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ 500 മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊരു 8 കോടി രൂപയുടെ ഒരു സംഭവമാണ് നടന്നതെന്ന് കരുതുകയാണെങ്കിൽ 500 പ്രതിനിധികൾക്ക് വേണ്ടി, ഒരു പ്രതിനിധിക്ക് വേണ്ടി ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 1,60,000 രൂപയാണ്. 8 കോടിയെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,60,000 രൂപ ഒരാൾക്ക് വേണ്ടി. ഈ വന്ന പ്രതിനിധികൾ താമസിച്ചത് എവിടാണ്? മൂന്നാറിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കോട്ടയത്തിനടുത്തുള്ള സ്ഥലത്തുമാണ് താമസിച്ചത്. കുമരകത്തുമാണ് താമസിച്ചത്. അത് മാത്രമല്ല, ഞാൻ ആദ്യം 37,000 എന്ന് തെറ്റിച്ച് പറഞ്ഞു കേട്ടോ. 37,000 അല്ല, 37 ലക്ഷത്തി, അല്ലല്ല, ഞാൻ പറഞ്ഞ 37, അതിന്റെ കണക്കുണ്ട്. 37,25,752 രൂപയാണ് ഈ ഹോട്ടൽ അക്കോമഡേഷൻ ചെലവ് എന്ന് പറയുന്നത്. 37,25,752. അത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ബില്ല് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഒരു ചെലവുമില്ല എന്ന് ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടാണ് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ ഈ 37,25,752 37,452 രൂപയും സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ്. 25,300 രൂപ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലും. ഇതാണ് ഹോട്ടൽ ചെലവിന്റെ ബില്ലിംഗ് ഡീറ്റെയിൽസ്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും ദൂർത്ത് കാണിച്ചുകൊണ്ട് ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു രാത്രിയിൽ പമ്പയിൽ തങ്ങിയതിന് ആവശ്യമായ ചെലവ് എത്രയാണ്?
ഈ കേരള സമൂഹം ഇന്ന് ആർത്തി ചിരിക്കുകയും അപമാനത്താൽ തല താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമായി ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണഭൂതൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇനിയും കണക്കുകൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് വരുമ്പോൾ പമ്പയിൽ അദ്ദേഹം താമസിച്ച മുറിയിൽ ഇനി നെയ്മീൻ വിളമ്പിയോ എന്നുള്ളതിനെ പറ്റി കൂടി അന്വേഷണം നടക്കേണ്ടി വരും. ചിലപ്പോൾ അദ്ദേഹത്തിന് അതില്ലെങ്കിൽ പിണക്കം വരുമോ, ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ഏതെങ്കിലും നേതാവിന് തോന്നിയിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ നെയ്മീൻ പോലും അദ്ദേഹത്തിന് തലേ ദിവസം രാത്രിയിൽ അവിടെ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ അതുണ്ടായിരുന്നില്ല. അവിടെ പഴയടത്തിന് തന്നെയായിരുന്നു. അത് തലേദിവസം രാത്രിയും അങ്ങനെയായിരുന്നു, അന്ന് രാവിലെയും അങ്ങനെയായിരുന്നു. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലാണെങ്കിലും തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ കൊള്ളക്കാർക്ക് വേണ്ടി കൊള്ളക്കാരാൽ നടത്തപ്പെട്ട കൊള്ളക്കാരുടെ ഒരു സംഗമമായിരുന്നു പമ്പയിൽ നടത്തിയത്. 50 നമ്പർ കിടക്കയുടെ കാര്യം പറയുന്നത്, കിടക്കയ്ക്കായിട്ട് 1,73,000 ഇൻക്ലൂഡിംഗ് GST ആണ്. പക്ഷെ അത് ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിൽ ഇല്ല എന്നുള്ള കാര്യവും അത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. 50 ബെഡുകൾക്ക് 1,73,000 രൂപ അതും ഇതിൽ വരവെച്ചിട്ടുണ്ട്. അതേ മഞ്ജുഷ, ഞാനതാ പറഞ്ഞു വന്നത്. കുറച്ചു നാളിന് മുമ്പ് കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ആ ബസ്സിന്റെ സൗകര്യങ്ങളെ പറ്റി AK ബാലൻ പറഞ്ഞ എന്താണ്, അത് മ്യൂസിയത്തിൽ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള സംവിധാനമാണ്. അതേപോലെ തന്നെ ആയിരിക്കണം ഈ ഒരു കട്ടിൽ കുറെ കാലം കഴിയുമ്പോൾ ലേലം വിളിച്ചോ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കാനോ പര്യാപ്തമായ രീതിയിൽ അത്രമാത്രം മനോഹരമായ കട്ടിലായി. ശ്രീ M. ജയചന്ദ്രൻ, ഈ സാമ്പത്തിക കാര്യങ്ങൾ സർക്കാർ നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും ഇത് വലിയ നാണക്കേട് സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. സർക്കാരിന്റെ ഒരു ഭരണ നേട്ടം എന്ന രീതിയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തെ ഷോക്കേസ് ചെയ്തിരുന്നത്. അവിടെ അയ്യപ്പന്റെ ഖ്യാതി ലോകമെമ്പാടും വ്യാപിപ്പിക്കാനാണ് ഈ ശ്രമം എന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ചിരുന്നതാണ്. പക്ഷേ അവിടെയാണ് ഇത്ര വലിയ നാണക്കേട്. ഇത് സ്വാഭാവികമായിട്ടും സർക്കാർ മറുപടി പറയേണ്ട ഒന്ന് തന്നെയാണല്ലോ. അല്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അതൊരു സ്വതന്ത്ര ബോഡിയാണ് എന്ന് പറഞ്ഞ് ഇനി എത്ര നാൾ കൈ കഴുകിയിരിക്കാൻ പറ്റും? ശ്രീ മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ഒന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. പ്രശ്നമല്ലല്ലോ, കൈ കഴുകുകയാണ് ഇപ്പോൾ. അല്ല, ദേവസ്വം മന്ത്രിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്ത് നോക്കിക്കോളൂ. എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുകയാണ്. അല്ലത് പറയട്ടെ, ഞാൻ പറയട്ടെ മഞ്ജുഷ. ഇപ്പോ അദ്ദേഹം ഈ ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നിയമസഭയിൽ വരുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദേവസ്വം വകുപ്പിൽ നിന്നാണോ? അല്ലല്ലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് കൊടുക്കുന്ന മറുപടിയാണ് മന്ത്രി നിയമസഭയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഡയറക്റ്റ് ഉത്തരവാദിത്വം ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഓഫീസിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ലല്ലോ. അത് ഇത് ഓട്ടോണമസ് ബോഡിയാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അവരാണ് അതിന്റെ കണക്കുകൾ കൊടുക്കുന്നത്. ആ കണക്കാണ് നിയമസഭയിൽ മന്ത്രി അവതരിപ്പിച്ചത്. അയ്യപ്പന്റെ പ്രചരണാർത്ഥമല്ലല്ലോ ഈ ഒരു ട്രേഡ് ഫെയർ അല്ലല്ലോ അവിടെ സംഘടിപ്പിച്ചത്. അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുകയൊന്നും വേണ്ട. അവിടെ എന്താണ് ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം കിട്ടിയത്? മഞ്ജുഷ ശരിയായി പറഞ്ഞതുപോലെ അവിടെ ഈ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും എന്താണ് മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള ഡീപ് ഡിസ്കഷൻസ് ആണ് അവിടെ തീരുമാനിച്ചിരുന്നത്. അതിനുള്ള ഷോക്കേസിംഗ് ആണ് അവിടെ നടത്തിയത്. അതവിടെ നടക്കുകയും ചെയ്തു. അതല്ലാതെ മറ്റെന്താണ് അതിന്റെ പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്നവരോട് നമുക്ക് മറുപടി പറഞ്ഞ് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. ഏതായാലും തർക്കമുള്ളവർക്ക് തർക്കിക്കുകയും ചെയ്യാം, അതിലൊന്നും എനിക്ക് എതിർപ്പുമില്ല. പക്ഷേ അത് വസ്തുത അതാണല്ലോ, നടന്ന അതാണല്ലോ. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, ഈ ചർച്ചകളിലെല്ലാം പങ്കെടുത്ത ആളുമാണ്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് പറയാനും കഴിയും. ഈ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് നവംബർ 15-നോ 16-നോ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പോകുന്നത് ഗവൺമെന്റ് പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എനിക്ക് 2 വർഷമാണ് കാലാവധി. അപ്പൊ ഈ പ്രോജക്റ്റ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് മണ്ഡല മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് പ്രാഥമികമായിട്ട് 1 വർഷം വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ബാക്കി വരുന്ന 1 വർഷം കൊണ്ട് എത്രത്തോളം ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോ മണ്ഡല മകരവിളക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ പിന്നാലെ വരുന്നത് ഈ വിവാദമാണല്ലോ. ആയിക്കോട്ടെ, ആ വിവാദം ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത്തരത്തിലുള്ള വീഴ്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ വിവാദം ചർച്ച ചെയ്യുന്നത്. ഞാനും ആ വിവാദത്തിൽ വിമർശിക്കുന്ന എല്ലാവരും തന്നെയാണ്, താങ്കൾക്കറിയാമല്ലോ. ഇന്നും അത് ഈ ചർച്ചയിൽ വിമർശിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അന്ധമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. ഇവിടെ വീഴ്ച വന്നിട്ടുണ്ട്. വീഴ്ച വന്നിട്ടുള്ള ഇപ്പൊ പറഞ്ഞല്ലോ, കിടക്കയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ കിടക്കയുടെ ബില്ലില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ 50 കിടക്കയുടെ ബില്ലില്ല എന്ന് ഈ ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ ഒന്നും ചോദിക്കണ്ടേ? പക്ഷേ ഇത് അങ്ങനെയാണല്ലോ. മറ്റേ ആരുടെയെങ്കിലും ബില്ല്, ട്രാൻസ്പോർട്ടേഷന്റെ ബില്ല്
ഈ ബില്ലിനകത്ത് ഇത്ര രൂപയുടെ ഒരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പ്രോസിക്യൂട്ട് ഇതെല്ലാം അറിയാൻ പറ്റൂ. ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മഞ്ജുഷക്ക്. അത്തരത്തിലുള്ള പണി അവർ ചെയ്തിട്ടില്ല. അവരെടുക്കേണ്ട പണി അവരെടുത്തില്ല. നേരെ അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്തു. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു. അദ്ദേഹം ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. ഇനിയിപ്പോ 17-ാം തീയതി ബോർഡ് യോഗമുണ്ട്. അതിനുശേഷം 27-ാം തീയതി ഹൈക്കോടതി കേസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 17-ാം തീയതി അവർ തീരുമാനം എടുക്കണം. എടുത്തേ പറ്റൂ. എടുത്തിട്ട് ഹൈക്കോടതിയിൽ പിന്നെ അഭ്യർത്ഥിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ പൊതുവെ കാണാത്തൊരു കാര്യമുണ്ട്. നവംബർ 15-ന് ശേഷം 30-നകം, കൃത്യമായ ഡേറ്റ് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ്, ഒരിടക്കാല ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ തന്നെ. അത് ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. അതിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ പരാമർശമില്ല എന്നുള്ളത് വേറൊരു കാര്യം. അത് പക്ഷേ അന്ന് ദേവസ്വം കമ്മീഷണർ ഓഫീസിലും ആവശ്യമായ പരിശോധനകൾ അവർ നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അതും അതിന്റെ പ്രത്യേകതയാണ്. അത് ഇവിടെ വന്നിട്ടില്ല. ഹൈക്കോടതി സ്വാഭാവികമായിട്ട് 27-ാം തീയതി ഇതിൽ ഒരു തീരുമാനം വരുമ്പോൾ, അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് എന്തെങ്കിലും വരുമ്പോൾ അതിൽ ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ MS വേണുഗോപാൽ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വരുമെന്നുള്ള കാര്യം, ഓഡിറ്റ് റിപ്പോർട്ട് വിളിച്ചിട്ടുണ്ട് ഹൈക്കോടതി എന്നുള്ള കാര്യം, അത് അറിയാവുന്നതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. അവിടെ ഒന്നും പറഞ്ഞില്ല. ആ ദിവസം ഒന്നും ഒരു കാര്യവും അറിയിച്ചിരുന്നില്ല. അല്ല, ഇവിടെ ശ്രീ ജയകുമാർ പറഞ്ഞതിൽ ഒരുപാട്, ജയചന്ദ്രൻ പറഞ്ഞതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഓഡിറ്റ് നടക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിൻ്റെ സെക്ഷൻ ക്ലാർക്ക്, സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർ വരെയാണ് ഈ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഈ ഫയലുകളെല്ലാം ഓഡിറ്റ് ടീമിന് കൊടുക്കുന്നത്. ഈ ഓഡിറ്റ് ടീം ഇത് വിശദമായി പരിശോധിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ഫൈനലൈസ് ചെയ്ത് ശേഷമാണ് ഇത് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുക്കുന്നത്. സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടായിട്ടാണ് കൊടുക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടായിട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിൽ പിന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഇത് ഒത്തു നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. റിപ്പോർട്ട് പരിശോധിച്ചാൽ മതി. അദ്ദേഹം ആ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ എന്തൊക്കെ അപാകതയുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് കമ്മീഷണറെ എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയെ അറിയിക്കേണ്ടതാണല്ലോ എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന കാര്യം. അല്ല, താങ്കൾ പറഞ്ഞത് ഇത് ഒത്തു നോക്കേണ്ട ബാധ്യത സ്പെഷ്യൽ കമ്മീഷണർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഈ സ്പെഷ്യൽ കമ്മീഷണർക്ക് അല്ല ഇതിന്റെ ബാധ്യത. ഇതിന്റെ ബാധ്യത അവിടുത്തെ സെക്ഷൻ കമ്മീഷണർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ദേവസ്വം കമ്മീഷണർ ഇത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാം. ഇതൊരു കീഴ്വഴക്കമാണ്. അവിടെ ഇത്തരം ഒരു കീഴ്വഴക്കം എല്ലാ കാലവും നടക്കുന്നതാണ്. കുറച്ചധികം വരുന്നതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇത് ആരും അറിയില്ല. ഇത്തവണയും അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ ഇത് ദേവസ്വം കമ്മീഷണർക്ക് പിന്നെ സ്പെഷ്യൽ കമ്മീഷണർക്ക് പോവുകയും ഇത് ഹൈക്കോടതി ചോദിക്കുകയും വിശദീകരണങ്ങൾ ചോദിക്കുകയും നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തപ്പോൾ ഇതിനകത്ത് അപാകതകളുള്ളതായിട്ട് തെളിഞ്ഞു എന്നുള്ളതാണ്. ഒരു പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഒരു സാധനം വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പായിട്ട് അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ കമ്മീഷണറോ അടക്കമുള്ളവർ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഇല്ലാതെ അങ്ങനെ ഒരു ഓഡിറ്റ് ടീം കൊടുക്കും, പ്രത്യേകിച്ച് ഇന്റേണൽ ഓഡിറ്റ് ടീം. ചിലപ്പോൾ AGയിൽ നിന്ന് വന്നതാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നിയ പോലെ എഴുതി വെച്ച് പോയെന്നിരിക്കാം. ചിലപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഒന്ന് പാര വയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തെന്നിരിക്കാം. അല്ലെങ്കിൽ അവർ ധിക്കാരപരമായിട്ട് എന്തെങ്കിലും ചെയ്തെന്നിരിക്കാം. ഇത് ഇന്റേണൽ ഓഡിറ്റ് ടീമാണ്. ദേവസ്വം ബോർഡ് സമർപ്പിച്ചിരിക്കുന്ന, ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന ഓഡിറ്റ് ടീമാണ്. ഈ ഓഡിറ്റ് ടീമിൻ്റെ ബാധ്യത എന്താണ്? ഇത് വളരെ ഭംഗിയായി നോക്കി ദേവസ്വം ബോർഡിനും കേടില്ലാതെ എന്നാൽ അതിലെ കണക്കുകളെല്ലാം കൃത്യമാക്കി എത്ര നഷ്ടം വന്നിട്ടുണ്ട്, എത്ര നഷ്ടം വന്നിട്ടില്ല എന്നൊക്കെ പഠിച്ച് ആ റിപ്പോർട്ട് ആധികാരികമായി കൊടുക്കാനുള്ള ജോലിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാശും വേറെ ദേവസ്വം ബോർഡ് ഈ ഏജൻസിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയും കൃത്യമായിട്ട് ചെയ്യേണ്ടവർ നിരുത്തരവാദമായിട്ട് ചെയ്തു. ഇവർക്ക് ഫയൽ കൊടുത്തവർ നിരുത്തരവാദമായിട്ട് ചെയ്തു. അതിനുശേഷം ഇത് സ്പെഷ്യൽ കമ്മീഷണർക്ക് കിട്ടിയപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ഞെട്ടിപ്പോയി. അദ്ദേഹം ഇത് ഹൈക്കോടതിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് അപാകതയാണുള്ളതെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത് അവിടെ നടക്കുന്ന ഒരു കീഴ്വഴക്കമാണ്. ഇത് യാതൊരു സംശയവുമില്ല. ദേവസ്വം ബോർഡിൽ ഇത് വർഷങ്ങളായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിച്ചു, മുഖ്യമന്ത്രിക്ക് മെത്ത വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും നോക്കൂല. ഉടനെ തന്നെ അത് മുഖ്യമന്ത്രിയുടെ അല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റും. ഇത് പിന്നെ അടിച്ചു മാറ്റുന്നവന് സുഖമായിട്ട് അടിച്ചും മാറ്റാം. ഇത് കുറേ നാളായിട്ട് നടക്കുന്ന കീഴ്വഴക്കം ഇത്തവണയും നടത്തി, പക്ഷേ പെട്ടുപോയി. ശരി, ശ്രീ MK ഹരിദാസ്, ഇത് സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയായിട്ട് തന്നെ വന്നതാണ്. ഇതേ സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ്, R ജയകൃഷ്ണൻ തന്നെയാണ് ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് കണ്ടെത്തിയതും അത് കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതും. അദ്ദേഹത്തെ അറിയിക്കാതെയായിരുന്നു ചെന്നൈയിലേക്ക് ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ
അറ്റകുറ്റപ്പണിക്ക് എന്ന രീതിയിൽ കൊടുത്തുവിട്ടത്. ഹൈക്കോടതിയെ തിരികെ വിളിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത് പിന്നെ അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ കൊണ്ടുവരികയും ചെയ്തു. പിന്നീടാണല്ലോ മറ്റു കാര്യങ്ങളെല്ലാം വെളിയിൽ വന്നത്. അപ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണക്കൊള്ള എങ്ങനെ പുറത്തു വന്നു, അതേ രീതിയിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വിവരങ്ങളും ഇതേ ആളിൽ നിന്ന്, ഇതേ സ്പെഷ്യൽ കമ്മീഷണറുടെ കയ്യിൽ നിന്ന് വെളിയിൽ വന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെ തന്നെയാണല്ലോ, അദ്ദേഹം അവിടെ സമഗ്രമായി ഇടപെടുന്നു, അതിനാൽ ഇക്കാര്യങ്ങൾ വെളിയിൽ വരുന്നു. ഒരു ജയകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് നാടറിഞ്ഞു, കോടതി അറിഞ്ഞു. അല്ലെങ്കിൽ ഇതിന്റെ സ്ഥിതി എന്തായിരിക്കും മഞ്ജുഷേ? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, എന്തായിരിക്കും ഇതിന്റെ സ്ഥിതിഗതി? ഇവിടെ ഈ മറ്റേ ദേവസ്വം ബോർഡ് ഒരു സെപ്പറേറ്റ് എന്താ പറയേണ്ടത്, സ്വതന്ത്ര ഭരണാധികാരമുള്ള ഒരു ബോഡിയാണെന്ന് പറയുന്നു. അതുമായി തന്നെയാണ് സാറ് നിയമസഭയിൽ ഒരു നിയമസഭാംഗം ചോദിച്ച ചോദ്യത്തിന് ഒരു മന്ത്രി തെറ്റായ മറുപടി നൽകിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാത്ത വ്യക്തിയല്ല ഈ വാസവൻ എന്ന് പറയുന്ന ആള്. അപ്പൊ ദേവസ്വം ബോർഡുകാർ പറഞ്ഞു ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം, അവരൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അവർ കൊടുക്കുന്ന വിവരം അങ്ങനെ നിയമസഭയിൽ പറയല്ല ഒരു ഉത്തരവാദിത്തമുള്ള മന്ത്രിയാണെങ്കിൽ ചെയ്യേണ്ടത്. അതിന്റെ സത്യാവസ്ഥ എന്താണ്, അതിന്റെ കണക്ക് എന്താണ് എന്നുള്ളത് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ നിയമസഭയിൽ പറയുന്നതിനേക്കാൾ മുമ്പ് ഈ മന്ത്രിക്ക് ഉണ്ടായിരുന്നു. സാറേ, എന്തൊരു അഹങ്കാരമായിരുന്നു സാറേ അന്ന് വൈകുന്നേരം ഇത് പറഞ്ഞതെന്താ വെച്ചാൽ ഇത് ഭരണ നേട്ടമാണ്. LDF സർക്കാരല്ല കേരളം ഭരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സർക്കാരിന് നടത്താൻ സാധിക്കുമോ എന്ന് വരെ മൈ കണ്ടപ്പോൾ ചോദിച്ചു പോയ സഖാക്കളുണ്ട്. ഇത്തരത്തിൽ അഹങ്കാരം തുള്ളിയിട്ട് ഇത്തരത്തിൽ കൈയിട്ട് വാരാനായിരുന്നു എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് സാധിച്ചത്. അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ സ്ഥിതി? ഇല്ലാത്ത കണക്കുണ്ടാക്കിയിട്ട് മഞ്ജുഷിനറിയോ, ഉപഹാരമായി കൊടുക്കാൻ വാങ്ങിയ അയ്യപ്പ വിഗ്രഹങ്ങളുടെ എണ്ണത്തിൽ പോലും 3 സ്ഥലത്ത് 3 ഫിഗറാണുള്ളത്. ഒരു സ്ഥലത്ത് എന്തോ 375 എന്ന് കാണാനുണ്ട്, ഒരു സ്ഥലത്ത് 175 എന്ന് കാണാനുണ്ട്, ഒരു സ്ഥലത്ത് കേവലം 50 എന്ന് കാണാനുണ്ട്. അപ്പൊ അയ്യപ്പ വിഗ്രഹം വാങ്ങുന്നതിൽ പോലും കൈയിട്ട് മാറിയിട്ട് അതിന് പോലും കൃത്യമായൊരു കണക്കില്ലാത്ത ഒരു സാഹചര്യം വരുത്തിയിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമം ഈ പമ്പയുടെ തീരത്ത് നടത്തിയിട്ട് എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയെ സഹായിക്കാൻ ഊരാളുങ്കൽ വഴി ഇതിലേക്ക് ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് കൃത്യമായി പണം ചെല്ലണമെങ്കിൽ ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. ആ പണം ചെല്ലാനും വേണ്ടിയിട്ടല്ലേ ഈ 10% ടെൻഡറിലില്ലാത്ത അല്ലെങ്കിൽ കരാറിലില്ലാത്ത മണി കൂട്ടി എഴുതിയിട്ട് കണക്ക് കൊടുക്കാനുള്ള അധികാരം ഊരാളുങ്കലിന് ഈ കരാറിൽ ഏർപ്പെടുത്തിയത്. അപ്പൊ വളരെ വ്യക്തമാണ് മഞ്ജുഷേ, ഇത് കൈയിട്ട് വാരാൻ വേണ്ടിയിട്ട് സഖാക്കൾ എല്ലാവരും ചേർന്നിട്ട് ഏർപ്പാടാക്കിയ ഒരു പദ്ധതിയാണ്. അത് കൃത്യമായി വിജയിച്ചിരുന്നു. പക്ഷെ അവിടെയാണ് ഈ ജയകൃഷ്ണനെ പോലുള്ളവരുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജയകൃഷ്ണൻ കൃത്യമായിട്ട് അത് കണ്ടുപിടിച്ചു. ഇത് മഞ്ജുഷ കോടതിയെ ലക്ഷ്യമാണ്. കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യായ പൈസ ഇതിൽ നിന്ന് സർക്കാരിന്റെ ഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്നോ എടുത്ത് ഈ പരിപാടി നടത്തുന്നില്ല, ഇത് മുഴുവൻ സ്പോൺസറിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് സത്യവാചകം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, റിട്ടൺ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കോടതിയെ ലക്ഷ്യമായി കൊടുത്താൽ ഈ കഥ പിന്നീട് നിൽക്കുക വേറെ ലെവലിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇപ്പോൾ ഈ 4.99 ആണെങ്കിൽ കൂടി സ്പോൺസർഷിപ്പ് തുകയിൽ തികയുകയുമില്ല ശ്രീ അനിൽ വിളയിൽ. അങ്ങനെ വരുമ്പോൾ അവിടെയും കണക്ക് ശരിയാകുന്നില്ലല്ലോ. അവിടെ ഒന്നുകിൽ സർക്കാർ സഹായിക്കേണ്ടി വരും, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. കാരണം 4 കോടിയാണല്ലോ സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയെന്ന് പറയുന്നത്. പക്ഷേ 4.99 കോടി കുറഞ്ഞ ചെലവെന്ന രീതിയിൽ ഞങ്ങൾ അത്രേ അപ്രൂവ് ചെയ്യുന്നുള്ളൂ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇന്ന് ഒരു കണക്ക് പുറത്ത് വിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത യോഗത്തിൽ ഇത് അപ്രൂവ് ചെയ്യുമായിരിക്കും. അങ്ങനെ വരുമ്പോഴും അവിടെ ഷോർട്ടേജ് വന്നു, ദേവസ്വം ബോർഡിൽ നിന്ന് പണം ഇറക്കണം. അതാണോ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങൾ ഇനിയും സ്പോൺസർഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന്? അതെ മഞ്ജുഷ, എനിക്ക് ഇന്നലത്തെ നമ്മളുടെ ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടുള്ള ജയകുമാർ IAS പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൂടി പോയി കഴിഞ്ഞു. ഇപ്പോൾ ആ മഞ്ജുഷിന്റെ ചാനലിൽ ഇന്നൊരു പരിപാടി നടത്തുകയാണ്. ആ പരിപാടിക്ക് സ്പോൺസർമാരെ കിട്ടിയില്ല എന്ന് കരുതിക്കോളൂ. നാളെ ഒരു സ്പോൺസറെ തപ്പിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയുടെ സ്പോൺസർഷിപ്പ് അവർക്ക് കൊടുക്കാൻ ഒക്കുമോ മഞ്ജുഷേ? എന്തൊരു വിഡ്ഢിത്തമാണ് ജയകുമാർ സാർ പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും ആർക്കും വിശ്വസിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലേ അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുകയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് സ്പെഷ്യൽ കമ്മീഷണർ ഒപ്പിട്ട ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ഒപ്പിട്ടൊരു കണക്കിനനുസരിച്ച് അതിനകത്തെ പാർട്ട് H
ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് 25 ലക്ഷം രൂപ. ആരെയാണ് ബ്രാൻഡ് ചെയ്തത്? അയ്യപ്പ ഭഗവാനെയാണോ? അതോ നാടുനീള ഹോർഡിംഗ് വെച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയുമാണോ ബ്രാൻഡ് ചെയ്തത്? അയ്യപ്പനെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല ഇവരുടെ ലക്ഷ്യം. ഇതിൽ കൂടി അതില് എമൗണ്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവര് ബില്ല് കൊടുത്തിരിക്കുന്നത് 64 ലക്ഷം രൂപയ്ക്കാണ്. പക്ഷേ 25 ലക്ഷമേ 64,20,000 അതിൽ 25 ലക്ഷമേ അപ്രൂവ് ചെയ്യൂ എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് നടക്കുമെന്ന് കണ്ടറിയാം. ഇത് ആരെ ബ്രാൻഡ് ചെയ്യാനാണ്? അടുത്തൊരു കാര്യം, 4100 പ്രതിനിധികൾക്ക് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങൾ, കിറ്റുകൾ അവിടെ തയ്യാറാക്കി. മഞ്ജുഷ, നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തുന്ന ആൾക്കാരാണല്ലോ. ഒരു ഭക്തൻ ഒരു രസീതും പ്രകാരം വഴിപാട് നടത്തി കഴിയുമ്പോഴാണ് അയാൾക്ക് പ്രസാദം കിട്ടുന്നത്. ആ പ്രസാദം നമ്മൾ വളരെ ദിവ്യമായി വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ്. നമ്മളുടെ പേരും നാളും പറഞ്ഞാണ് നമ്മൾ അവിടെ വഴിപാട് നടത്തുന്നത്. അപ്രകാരം കിട്ടുന്ന പ്രസാദം ഇവിടെ 4100 ആൾക്കാർക്ക് ആവശ്യമായിട്ട് എന്താ തയ്യാറാക്കി കൊടുത്തത്? അപ്പം, അരവണ, വിഭൂതി, ആടിയ ശിഷ്ടം, നെയ്യ്. ഇത്രയും ശബരിമല ഭഗവാന്റെ അടുത്ത് വഴിപാട് നടത്തി രസീത് എഴുതി വഴിപാട് നടത്തുന്ന ഭക്തന്മാർക്ക് മാത്രം കൊടുക്കുന്ന പ്രസാദമാണ്. ഈ പ്രസാദം ഈ കരിമീനും കഴിച്ചിട്ട് കുമരകത്ത് കിടന്ന് വന്നിട്ട് അവിടെ ഇരുന്ന ഈ 500 പേർക്ക് വിതരണം ചെയ്തു എന്ന് പറഞ്ഞ എന്തൊരു നാണക്കേടാണ്. ഇതൊക്കെ ഹിന്ദുമത വിശ്വാസികളെ ഏത് രീതിയിലും മോശമാക്കാം. അതിനുവേണ്ടി 50 ലക്ഷം രൂപയാണല്ലേ? അതിനുവേണ്ടി 50 ലക്ഷമാണ് കിറ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. അതിനെ നമ്മൾ അങ്ങനെ കാണണ്ട. അല്ലല്ല, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. സാർ എങ്ങനെ വേണേലും കണ്ടോളൂ. തോന്നിയവാസം തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെയാണ്. അതിനൊക്കെ യോഗ്യത ഒന്നും അവിടെ വന്നിട്ടുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായിരുന്നില്ല. ഇത് 500 പേർ അവിടെ വന്ന് അവിടെ വന്നത് അയ്യപ്പ ഭക്തരായിരുന്നില്ല. അവിടെ 3000 അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികൾ വരുമെന്നായിരുന്നു. രജിസ്റ്റർ ചെയ്ത് 3000 ആളുകൾ വരും, അതിൽ വിദേശത്ത് നിന്നുള്ളവർ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും. പക്ഷേ ആ രജിസ്ട്രേഷൻ എനിക്ക് തോന്നുന്നത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഈ രജിസ്റ്റർ ചെയ്തവർ വളരെ കുറവാണ് അവിടെ വന്നത്. ഞാനിവിടെ പോയതാണ്. ബാക്കിയുള്ളവർ സർക്കാർ ജീവനക്കാർ, വിവിധ വകുപ്പുകളിൽ അവിടെ വന്ന് ഇതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കുവാൻ വേണ്ടി വന്നവർ, PRDയുടെ ആളുകൾ, ഇവരൊക്കെയാണ് അവിടെ വന്നിരുന്നത്. ആ പന്തൽ നിറഞ്ഞില്ല. എന്നിട്ട് പോലും വലിയ ജർമ്മൻ പന്തലായിരുന്നുവല്ലോ. അതെ, തൊഴിലാളികളെ വരെ അവിടെ പറഞ്ഞിരുത്തിയിട്ടുണ്ടായിരുന്നു. നേരിട്ട് കണ്ടയാളാണ് ശ്രീ ജയേന്ദ്ര സാർ. അവിടെ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ആ അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച ആളാണ്. പക്ഷേ ശ്രീ ജയേന്ദ്ര സാർ അവിടെ ഉണ്ടായിരുന്നു. ഇതല്ലേ സംഭവിച്ചത് ശ്രീ ജയേന്ദ്രൻ അവിടെ ശരിക്കും? അല്ല, ഞാന് പറയണമെന്ന് ആഗ്രഹിക്കാത്തൊരു വിഷയം പ്രിയപ്പെട്ട ശ്രീ അനിലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതിൽ ഖേദമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ വിശ്വഹിന്ദു പരിഷത്ത് കുറെ ക്ഷേത്രങ്ങൾ പരിപാലിച്ച് പോരുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട് അതിന്റെയൊക്കെ ഒരു അവസ്ഥ? ഞങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് അത്യാവശ്യം മോഷ്ടിക്കുകയോ ചെയ്തുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു ക്ഷേത്രവും നടത്തുന്നില്ല. താങ്കൾ ക്ഷേത്രത്തിലേക്ക് വരൂ. അവിടെ രീതിയിൽ തന്നെ ക്ഷേത്രങ്ങൾ 200-ൽ പരം ക്ഷേത്രങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്നുണ്ടെങ്കിൽ ഒരു കള്ളം കാണിച്ചിട്ടല്ല. ദയവായിട്ട് താങ്കൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിശ്വ ഹിന്ദു പരിഷത്തിനെ താരതമ്യം ചെയ്യില്ല. ഒരു സൈഡ് കള്ളന്മാരാൽ നയിക്കപ്പെടുന്ന ദേവസ്വം ബോർഡും വിശ്വ ഹിന്ദു പരിഷത്തും സാമ്യവുമില്ല. എനിക്കറിയാം. പിന്നെ എനിക്കറിയാമെന്ന് എനിക്ക് നിങ്ങളെ PhD പറ്റി എന്നോട് അനിൽ പിള്ളയെ ക്ലാസ് എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതൊക്കെ അറിയുന്ന ആൾ തന്നെയാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ തമ്മിലുള്ളതല്ലോ. നമ്മൾ ചോദ്യോത്തര പങ്ക്തി അല്ലല്ലോ ഇത്. ഞാൻ അതിന് താങ്കൾക്ക് എന്റെ ഒരു അഭിപ്രായം പറയുന്നു. താങ്കളുടെ സമയത്ത് പറ്റുമെങ്കിൽ മറുപടി പറഞ്ഞോളൂ. അല്ലാതെ തൊടുകൈയോടെ എനിക്ക് മറുപടി പറയാൻ നമ്മൾ തമ്മിലുള്ള വാദപ്രതിവാദം അല്ല ഇത്. അതുകൊണ്ട് അതവിടെ നിർത്തൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ ശബരിമലയിൽ ഇത്രയും വലിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1252 ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഇപ്പൊ അവസാനത്തെ സീസണിൽ 430 കോടി രൂപയാണ് വരുമാനം. നമ്പർ 1 ആണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. 16 കോടി രൂപ 2ാം സ്ഥാനം. അപ്പൊ ആ ഡിഫറൻസ് അറിയാമല്ലോ. പിന്നെ 21 സ്കൂളുകൾ, 6 കോളേജുകൾ, 4200ഓളം ജീവനക്കാർ, 5000ഓളം പെൻഷൻകാർ, അങ്ങനെയുള്ള 23 ആളുകൾ, ഇത്തരത്തിലുള്ള വിപുലമായ സംവിധാനമാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത്. അപ്പൊ അവിടെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് കക്കാനും മൂട്ടിക്കാനും മുടിക്കാനും കയറിയിരിക്കുന്നതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കുള്ളത് തടസ്സപ്പെടുത്താൻ എനിക്ക് അവകാശമില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര മികച്ച ഭരണമാണ് നടത്തിയതൊന്നും കാര്യമില്ല.
അതുകൊണ്ടാണല്ലോ ജയകുമാർ സാറിനോട് പോലും പുള്ളി മോശക്കാരാണെന്ന് തോന്നുന്നു താങ്കൾ പറയേണ്ടി വരുന്നത്. ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിക്കപ്പെടണം എന്നുള്ള തരത്തിലുള്ള ഈ ഡിസ്കഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ആർഗ്യുമെന്റ് ആണെങ്കിൽ അത് സുസ്വാഗതം. അതല്ലല്ലോ ചെയ്യുന്നത്. ഇത് മുഴുവൻ കുഴപ്പമാണ്. പിന്നെ ഹൈക്കോടതി ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. ഇത്രയും വലിയ സംവിധാനത്തിൽ ഇങ്ങനെ കുഴപ്പം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പം നടത്താൻ ആവശ്യമായ സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആര്? ഹൈക്കോടതിയിൽ പിന്നെ 92 മുതലാണല്ലോ ദിവസം ബെഞ്ച് ഉണ്ടാകുന്നത്. അന്ന് മുതൽ ഉണ്ടല്ലോ, അവിടെ സംവിധാനങ്ങളുണ്ടല്ലോ. പക്ഷേ ഓവറോൾ സൂപ്പർവിഷൻ മാത്രമേ ഉണ്ടായുള്ളൂ 2023 വരെ. 2023 പിന്നെ പ്രത്യേകമായി ഒരു ചുമതല ദിവസം സ്പെഷ്യൽ കമ്മീഷണർ കിട്ടുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, പറയുമ്പോൾ ഈ പിന്നെ പ്രളയം കവർച്ചയൊക്കെ 2004 നടക്കുന്നുണ്ട്. അതവർക്ക് അന്വേഷിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് SIT-യോട്. അതല്ല നമ്മുടെ വിഷയം, അതല്ല നമ്മൾ പറയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഘമാണ്. അതിൻ്റെ അകത്ത് തട്ടിപ്പുകൾ നടത്താൻ ചിലർ പദ്ധതി ഇട്ടു എന്നും താങ്കളുടെയും ഇവിടെ ബാക്കിയുള്ളവരും പറഞ്ഞ ഇതുമായിട്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പദ്ധതി ഇട്ടു, പക്ഷെ അത് നടന്നില്ല. അതിന്റെ അത്തരത്തിലുള്ള പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അത്തരത്തിലുള്ള കല്യാണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതോടും എനിക്ക് വിയോജിപ്പില്ല. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അത് കണ്ടെത്തുക തന്നെ വേണം. അതിനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. അത് തീർച്ചയായിട്ടും തന്നെയാണ്. ഇനി ബാക്കി ഒരു തുക ഉണ്ടല്ലോ, മിച്ചം ഈ 499 വരുന്നത്, ഹൈക്കോടതി അനുവദിച്ചാൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയൂ, ഇവർക്ക് എടുക്കാൻ കഴിയൂ. ഇത് ഹൈക്കോടതി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് 27-ാം തീയതി നമുക്കറിയാം എന്താണ് പറയുന്നത് എന്നുള്ളത്. ഹൈക്കോടതി അനുവദിച്ചാൽ അവർക്ക് അത് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഹൈക്കോടതി പറയുമായിരിക്കും. പക്ഷെ ഇതൊരു വലിയൊരു അഴിമതിക്ക് അല്ലോ, വലിയൊരു അഴിമതിയല്ലേ സാർ ഇത്? ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അവിടെ കിണ്ടി കഴുകാൻ വന്ന ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്നാണ് ഇപ്പം റിപ്പോർട്ട് വരുന്നത്. പോസ്റ്റ് ഓഫീസിൽ ലക്ഷങ്ങളാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. കിണ്ടി കഴുകാൻ വന്നവരാണ്. ഊരാളുങ്കൽ സൊസൈറ്റി എന്നുള്ള പേരിൽ ഊരാളുങ്കൽ സൊസൈറ്റി എന്നുള്ള പേരിൽ സർക്കാരിൽ നിന്ന് ടെൻഡർ ഇല്ലാതെ കരാറുകൾ കൈവശപ്പെടുത്തുക. ഏതായാലും ഞാൻ പറയട്ടെ, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാറുകൾ നൽകാം. അത് അല്ലല്ല, അങ്ങനെ ടെൻഡർ ഇല്ലാതെ കരാർ ഏറ്റെടുത്തിട്ട് അത് സബ് കോൺട്രാക്ട് ആയിട്ട് നൽകുക, അവിടെയും ടെൻഡർ ഇല്ലാതെ വരിക. അതപ്പോൾ അത് തോന്നിയ ആളുകൾക്ക് കൊടുക്കുകയാണല്ലോ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ കള്ളബില്ലുകൾ ഹാജരാക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കള്ളബില്ലുകൾ ഹാജരാക്കുക. അത് കള്ളബില്ല് ഹാജരാക്കുക, ഭക്തർ കാണിക്കയിടുന്ന പണത്തിൽ നിന്ന് അതെടുത്ത് കൊടുക്കുക. ഇതൊന്നും ഇത് അഴിമതി എന്ന് പറഞ്ഞാൽ നഗ്നമായ അഴിമതിയാണ്, വ്യക്തമായ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണം കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് അങ്ങനെ കഴിയുമോ? സത്യത്തിന് വളരെ വിദൂരതയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ സംഭവമായി. 1 രൂപ മോഷ്ടിച്ചാലും കൊള്ള തന്നെയാണ്. ശരി ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, അത്ര ലാഘവത്തോടെ കാണുവാൻ കഴിയാത്ത ഒരു കാര്യമാണല്ലോ ഇത്. വലിയൊരു അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. കുറ്റപത്രം നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കും. എങ്ങനെ കുറ്റപത്രം നൽകാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അലിബാബയിൽ 41 കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നിരവധി പ്രസിഡന്റുമാർ, നിരവധി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ആയിരക്കണക്കിന് ജീവനക്കാർ, ഇവരെല്ലാം കള്ളത്തിൽ ചെന്ന് ചാടുകയാണ്. ഇതെല്ലാം മോഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതാണ് പറഞ്ഞത്, കിണ്ടി കഴുകാനായി വന്നവൻ പോലും ലക്ഷങ്ങൾ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വഴി അടിച്ചു കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അടിമുടി 100% കള്ളമാണ്, കൊള്ളയാണ് അവിടെ നടന്നത് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല. ഇത് ആഗോള കൊള്ള സംഗമമായി മാറിയെന്ന് പലരും പറയുന്നത് വാസ്തവം തന്നെയാണ് എന്നുള്ളത് സത്യമാകുന്നത് അവിടെ ദിവസക്കൂലിക്ക് വന്നവർ പോലും വീട്ടിലേക്ക് അയക്കുന്ന തുക ലക്ഷങ്ങളാണ് എന്നുള്ളതാണ്. കുചേരൻ പണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോയ കഥയുണ്ട്, തിരിച്ചു ചെന്നപ്പോൾ അവിടെ ആകെ മാറിപ്പോയി എന്നത്. അതുപോലെയാണ് ദേവസ്വം ബോർഡിൻ്റെ ദിവസവേതന കൂലിക്കാരനായിട്ട് പാത്രം കഴുകാൻ വന്നവൻ, കിണ്ടി കഴുകാൻ വന്നവൻ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് ലക്ഷങ്ങളും കോടികളും വീട്ടിൽ എത്തിക്കൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനിയും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രതീക്ഷിക്കാം. ഓഡിറ്റ് റിപ്പോർട്ട് അതേപടി പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അയ്യപ്പ സംഗമത്തിൽ വൻ സാമ്പത്തിക തട്ടിപ്പോ? അതേന്ന് 90% പ്രേക്ഷകർ. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.